Hi friends, welcome to Curry Town. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ റെസിപ്പി ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇന്നൊരു ഇറ്റാലിയൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു 1 pot റെസിപ്പിയാണ്. ഒറ്റ പോട്ടിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കുക്കാവണം എന്നാണ് പറയണേ. പക്ഷെ ഞാനിത് ഇന്ത്യൻ ഫ്ലേവർ എല്ലാം കൊടുത്താണ് ചെയ്തേക്കണേ. എരിവ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളിൽ 1 കപ്പ് റിസോട്ടോ റൈസ് എടുത്തു. ഇനി റിസോട്ടോ റൈസ് ഇല്ലയെന്ന് ഓർത്ത് പേടിക്കേണ്ട, നമ്മുടെ നാട്ടിലെ ഇഡ്ഡലി റൈസോ മട്ടയരിയോ യൂസ് ചെയ്യാം. ഹൈ സ്റ്റാർച്ച് കണ്ടൻറ്റുള്ള റൈസ് വേണമെന്നേ ഉള്ളൂ. കാരണം ഇതിങ്ങനെ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് റെസിപ്പിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തത് ഒരു പകുതി സവോള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചക്കറികൾ ബീൻസും ക്യാരറ്റുമാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഗ്രേറ്റ് ചെയ്തെടുത്ത കുറച്ച് ചീസ്, ചിക്കൻ ബ്രസ്റ്റ് നന്നായി നുറുക്കി കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. പിന്നെ ചിക്കൻ സ്റ്റോക്ക്. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇവിടെ ഒരു കുക്കറിനകത്തോട്ട് ഞാൻ നുറുക്കി വെച്ച ചിക്കനും കുരുമുളകും ഉപ്പും കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു 1 pot റെസിപ്പിയാണ്. പക്ഷെ ഞാനിത് 1 potലല്ല ചെയ്തേക്കുന്നത്, ഞാനിത് 2 കുക്കറിനകത്തായിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കാരണം അതാണ് കുറച്ചുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് കേട്ടോ. ഞാനിവിടെ വേറൊരു കുക്കർ എടുത്തു, അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ്. എന്നിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴച്ചെടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച സവോള ചേർക്കുക. ഞാനിവിടെ അരിഞ്ഞു വെച്ച സവോളയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർക്കുക. കുറച്ച് ഉപ്പും അരിയും കൂടെ ചേർക്കുക. അപ്പം അരി ഒന്ന് വറുത്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നോർത്ത് അത് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അരി ഒന്ന് ഷാലോ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും പച്ചക്കറികൾ ചേർക്കുക. എടുത്തു വെച്ച പച്ചക്കറികൾ ചേർക്കുക. പച്ചക്കറികളൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഷാലോ ഫ്രൈ, എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പച്ചക്കറികളും അരിയും ചിക്കൻ സ്റ്റോക്കിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, ചിക്കൻ സ്റ്റോക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചിക്കൻ സ്റ്റോക്ക്, കൃത്യം 1 ഗ്ലാസ് തന്നെ ഒഴിച്ചാൽ മതി. കാരണം ഒന്ന് വെന്ത് കുഴഞ്ഞു വരാൻ, അരി നന്നായി ഒന്ന് വെന്ത് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 2 വിസിൽ കേൾക്കാൻ വേണ്ടി അടുപ്പിൽ. അപ്പോൾ നമ്മുടെ കുക്കർ രണ്ടോന്ന് തുറന്നു നോക്കിയാലോ, ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അരിയും വെന്തിട്ടുണ്ട്. വെള്ളം ഊറ്റി കളയാനൊന്നും ഇല്ലാതെ നല്ലപോലെ വെള്ളം എല്ലാം വറ്റി അരി കുഴഞ്ഞിങ്ങനെ വെന്ത് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ കേട്ടോ. അപ്പോൾ അരി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ച ഗ്രേറ്റ് ചെയ്ത ചീസിൻ്റെ പകുതി ചീസ് ചേർക്കുക. പകുതി ചീസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കുക. ചിക്കനും ചേർത്ത് ബാക്കിയുള്ള ചീസ്, ഹാഫ് ചീസല്ലേ നമ്മൾ ആദ്യം എടുത്തോളൂ, അപ്പോൾ ബാക്കി ചീസ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റിസോട്ടോ റെഡിയായി. അപ്പോൾ ചീസി ആയിട്ടുള്ള റിസോട്ടോയാണ് കേട്ടോ. അത് ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുക. കുറച്ച് അരിഞ്ഞു വെച്ച ക്യാരറ്റും ബേബി സ്പിനാച്ചിൻ്റെ ലീഫും ചേർക്കുക. ബേബി സ്പിനാച്ചൊന്നും മസ്റ്റായിട്ടുള്ള കാര്യമല്ല കേട്ടോ, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. സ്പ്രിംഗ് ഓനിയനും ക്യാരറ്റും മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായി ഒന്ന് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ചീസി ആയിട്ടുള്ള ചിക്കൻ റിസോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പതിവ് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം കറി ടൗൺ.